ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആഫ്റ്റർ ലോങ് ഇയേഴ്സ്, 4 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട്. എനിക്കൊന്ന് ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ KTM RC200ൻ്റെ റിവ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇടണമെന്ന് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തുടങ്ങുമ്പം വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഞാൻ പ്രതീക്ഷയിലും വലുതായിരുന്നു. ഞാനിപ്പം ഒരു സ്ഥലം വരെ പോവുകയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പം ഓൺ ദ വേ സോ ഞാൻ വിചാരിച്ചു ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്നുള്ളത്. ഇവിടെ നിന്നൊരു 3.5 മൈൽസ് അടുത്തൊരു നല്ലൊരു ബീച്ചുണ്ട്. നമുക്ക് ആ ബീച്ചിലോട്ട് പോകാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഈ ചാനലിൽ വ്യൂസ് കിട്ടുമെന്നോ. അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത്, പ്രോപ്പർ റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടത്. ആ വീഡിയോ ഇട്ടപ്പോൾ 45,000 വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അതിന് 2K ലൈക്കും കണ്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ നല്ല റിവ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക്. കുറേ പേര് കുറേ സജഷൻസ് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി യൂട്യൂബ് കണ്ടിന്യൂ ചെയ്താലോ എന്നുള്ള രീതിയിൽ ഞാൻ ബൈക്കിൻ്റെ റിവ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ വണ്ടിയുടെ റിവ്യൂ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. പക്ഷേ R15 വേർഷൻ 3യുടെ തന്നെ പുതിയൊരു കളർ എഡീഷൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡൊമിനോറിൻ്റെ റിവ്യൂ ചെയ്തു. പിന്നെ ലാസ്റ്റ് ഇട്ട വീഡിയോ ആയിരുന്നു KTM RC200ൻ്റെ റിവ്യൂ. അതിട്ടിട്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ ഷട്ട് ഡൗൺ ചെയ്തതല്ല, ആക്ച്വലി എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊറോണ സമയത്തായിരുന്നപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാ എക്സാംസും ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ, എല്ലാ യൂണിവേഴ്സിറ്റിയും എക്സാമൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ, ഞങ്ങളുടെ KTU യൂണിവേഴ്സിറ്റി ഇതൊക്കെ ക്യാൻസൽ ചെയ്യുന്നൊരു പ്രതീക്ഷയിലിരുന്നുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും മൈൻഡ് ചെയ്തതുമില്ല, പഠിച്ചതുമില്ല, ഒന്നും ചെയ്തില്ല. ബട്ട് KTUവിൽ പഠിക്കുന്ന പിള്ളേർ, KTU യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാവരും PP കിറ്റ് ഇട്ടാണെങ്കിൽ ചെന്നറിയാം. അതായത് നിങ്ങൾ ICUവിലാണെങ്കിൽ പോലും നിങ്ങൾ വന്ന് എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞൊരു റൂള് വന്നത്. ഞങ്ങളെല്ലാവരും അതുകൊണ്ട് എക്സാം ഒക്കെ പോയി എഴുതേണ്ട വന്നു. എല്ലാവരും പൊട്ടി. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എഴുതിയെടുക്കാനും പിന്നെ കുറേ വളഞ്ഞ വഴിയിലൂടാണ് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വരാനുള്ളത് പ്രിപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. പിന്നെ ഇവിടെ വരുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യണം, ബൈക്സിൻ്റെ വീഡിയോ ഇടണം. പക്ഷേ ഞാൻ ഇവിടുത്തെ ബൈക്ക് കൾച്ചറിനെ കുറിച്ചും ഇവിടുത്തെ റൈഡിങ് കൾച്ചറിനെ കുറിച്ചും കംപ്ലീറ്റ്ലി അൺഅവെയർ ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് നാട്ടിലെ കൂട്ടല്ല ഇവിടുത്തെ ബൈക്ക് സിസ്റ്റം. ഒരു BMW M2. ഞാനിവിടെ വന്ന് തിരക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കൊച്ചിലെ ആദ്യം ട്രൈസൈക്കിളിലെ കുഞ്ഞിലെ ഓടിക്കുന്ന ട്രൈസൈക്കിള്, അതിനങ്ങനല്ലേ പറയുന്നത്, ട്രൈസൈക്കിൾ, 3 വീലുള്ള സൈക്കിൾ, ഫ്രണ്ടിൽ ഇങ്ങനെ ചവിട്ടാൻ പറ്റുന്നത്. ആ സൈക്കിളിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എന്തിലോട്ടായിരിക്കും? നോർമൽ സൈക്കിൾ വിത്ത് ട്രെയിനിങ് വീൽസ്. എന്നിട്ട് നമ്മൾ ഓടിച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോഴായിരിക്കുമല്ലോ ഇതുപോലുള്ള സൈക്കിൾ നമ്മൾ ഓടിക്കുന്നത്. സെയിം പ്രൊസീജിയറാണ് ഇവിടെ ബൈക്കിൻ്റെ ലൈസൻസ് നമുക്ക് ആദ്യമേ ഒറ്റയടിക്ക് ലൈസൻസ് എടുത്ത് നേരെ ചെന്ന് ലീറ്റർ ക്ലാസ് ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല. സർട്ടൈൻ ഏജിലുള്ളവർക്കും, അതായത് 25 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലീറ്റർ ക്ലാസ് ലൈസൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ 125cc വരെ ബൈക്ക് ഓടിക്കുന്നതിന് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ലൈസൻസ് പോലും വേണ്ട. ഇവിടുത്തെ പ്രൊവിഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ 125cc താഴെയുള്ള ബൈക്ക് ഓടിക്കാം. റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പിലിയനെ വെച്ച് ഓടിക്കാൻ പറ്റത്തില്ല. പിന്നെ എൽബോർഡ് എപ്പോഴും വേണം, എൽബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫുൾ റൈഡിങ് ഗിയേഴ്സ് ഇവിടെ നിർബന്ധമാണ്. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് റൂളാണ് ഫുൾ റൈഡിങ് ഗിയേഴ്സ് ഇല്ലാതെ ഇവിടെ ബൈക്ക് ഓടിക്കാൻ പാടില്ല. 125cc ബൈക്ക് ഹൈവേയിൽ ഓടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഓൾറെഡി കൺട്രി റോഡുകൾ മാത്രം റൈഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ലൈസൻസ് എടുക്കാൻ അത്ര എളുപ്പമല്ല. കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി ഇവിടുത്തെ കാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് ഓൾറെഡി ഇവിടെ നമുക്ക് 1 ഇയർ വണ്ടി ഓടിക്കാൻ പറ്റുമായിരുന്നു. വരുന്ന ഫസ്റ്റ് ഇയറിൽ നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ 1 വർഷം എൻ്റെ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഇവിടെ വണ്ടി ഓടിച്ചു. എനിക്കിവിടെ ആദ്യം ഒരു കാർ ഉണ്ടായിരുന്നു, അതൊരു റെനോൾട്ടിൻ്റെ ക്ലിയോ ആയിരുന്നു. അതൊരു കംപ്ലീറ്റ് ഡിസാസ്റ്റർ സ്റ്റോറി ആയിരുന്നു. ഫുൾ കംപ്ലൈൻ്റ് ആയിരുന്നു. കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ്. അതൊരു കാറ്റഗറി S വണ്ടിയായിരുന്നു. എനിക്കപ്പോൾ ഒട്ടും അറിയത്തില്ല എന്താണ് ഈ കാറ്റഗറി എന്നും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ ഞാൻ എനിവേ ആ വണ്ടി എടുത്തു, പണി കിട്ടി, തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലായി, തലയിലായി. അങ്ങനെ തന്നെ പറയാം, തലയിലായിട്ട് ഞങ്ങൾ അതുകൊണ്ട് നടന്ന് 1 വർഷം
ഒരു 6 മാസം ആ വണ്ടി യൂസ് ചെയ്തു. ലാസ്റ്റ് ആ വണ്ടി സ്ക്രാപ്പ് ചെയ്യുമായിരുന്നു ഞാൻ. ഓക്കെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ലൊക്കേഷൻ. ലീപ് ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. തിരക്ക് കുറഞ്ഞൊരു ബീച്ചാണിത്. ഇപ്പോൾ തിരക്കില്ല, സമ്മറിലും ഇവിടെ പൊതുവേ തിരക്കില്ല. സൗത്താംപ്ടൺ അടുത്ത് ബോൺമൗത്ത് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. ആ ബീച്ചാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ബീച്ച്. അത് വലിയ ബീച്ചാണ്, അവിടെ എപ്പോഴും ആൾക്കാർ കാണും. സമ്മറിൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ എനിക്ക് ഈ ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ റോഡ് ഇതുവഴി ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ്. ഇതുവഴി നടക്കാൻ അടിപൊളിയാണ്. ഈവനിങ് വാക്കിനൊക്കെ അടിപൊളിയാണ്. പക്ഷേ വിൻ്റർ ടൈമിൽ ഭയങ്കര ബോറാണ്. ഭയങ്കര ബോറെന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ്. തണുപ്പും പിന്നെ കാറ്റും കൂടെ ആകുമ്പോൾ അറിയാമല്ലോ, നല്ല നല്ല തണുപ്പായിരിക്കും. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. എൻ്റെ അമ്മേ, ഗർത്തങ്ങൾ മാത്രം. നമുക്ക് നല്ലൊരു സ്പോട്ട് നോക്കാം. ഓക്കെ, ഇപ്പം ഇതാണ് ആ പ്ലേസ്. എങ്ങനെയുണ്ട്? നമുക്കിതിൻ്റെ മണ്ടയിലോട്ടൊക്കെ പോയി ഞാൻ ഇതിൻ്റെ മണ്ടയിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ വ്യൂ പോയിൻ്റ്. ഇത് ആക്ച്വലി ഒരു പാർക്കാണ്. പിന്നെ പബ്ലിക് വാക്ക് വേ കണ്ടില്ല, ആൾക്കാർ സൈക്കിളൊക്കെ ഓട്ടിക്കൊണ്ട് പോണേ. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, ഒരു കാർഗോ ഷിപ്പ് പോകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഞാൻ മിക്കപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടാണ് ഞാൻ വരാറുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. പ്രത്യേകിച്ച് സൺസെറ്റ്, ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. യൂട്യൂബിൽ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് പ്ലാൻ വന്നപ്പോൾ എന്ത് വീഡിയോ ഇട്ട് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ലായിരുന്നു. കാറിനെക്കുറിച്ചും ബൈക്കിനെ കുറിച്ചിട്ടുള്ള കണ്ടൻറ്റ് വേണമെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ തുടങ്ങണം, എനിക്ക് നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അന്ന് ലാസ്റ്റ് ഞാൻ ഈ 3-5 വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോസ് ഇട്ടപ്പം എനിക്ക് കിട്ടിയ സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1080 സബ്സ്ക്രൈബേഴ്സ് ഇൻ 2 months. അതെനിക്ക് വളരെ വലുതായിരുന്നു. കാരണം 1080 സബ്സ്ക്രൈബേഴ്സ് ഫോർ എ സ്മോൾ യൂട്യൂബ് ചാനൽ. പിന്നെ 43K വ്യൂസ് നിങ്ങളുടെ അടുത്തുനിന്ന് വന്നു. കുറേ നല്ല കമൻറ്റ്സ് വന്നു ഇനി വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി എനിക്കതന്ന് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ നോക്കാം. ഇതുപോലുള്ള അടിപൊളി കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഓടിച്ചു വന്ന എൻ്റെ വണ്ടി യൂസർ റിവ്യൂ, ഞാനിപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു 7-8 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് അടുത്തൊരു ചെറിയ റിവ്യൂ ഇടാം. ഇതിൻ്റെ അകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടുത്ത വീഡിയോ ചെയ്യാൻ എനിക്ക് പ്ലാനുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സൈനിങ് ഓഫ്. ബൈ.